ലോകം ഇപ്പോൾ യുദ്ധക്കളമാണ്. പക്ഷേ ഇവിടെ പോരാടുന്നത് വെടിയുണ്ടകളല്ല, മറിച്ച് ഒരുപിടി നിർണായക ധാതുക്കളാണ്. US ചൈന വ്യാപാര യുദ്ധം ശക്തമാവുകയും അമേരിക്കൻ ഇറക്കുമതിക്ക് മേൽ ട്രംപ് വൻതോതിലുള്ള അധിക നികുതി ചുമത്തുകയും ചെയ്ത നിർണായക സാഹചര്യത്തിൽ ലോകത്തിലെ അപൂർവ ധാതുക്കളുടെ ഉൽപ്പാദനത്തിലും ശുദ്ധീകരണത്തിലും ആധിപത്യം പുലർത്തുന്ന ചൈനയുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഒരു തന്ത്രപരമായ ആയുധമായി മാറിയിരിക്കുകയാണ്. കമ്പ്യൂട്ടർ ചിപ്പുകൾ, ഇലക്ട്രിക് വാഹനങ്ങളുടെ മോട്ടോറുകൾ, ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് അത്യന്താപേക്ഷിതമായ അപൂർവ ധാതുക്കൾ 99% ശുദ്ധീകരിക്കുന്നതും വിതരണം ചെയ്യുന്നതും ചൈനയായതിനാൽ ഈ നിയന്ത്രണം ആഗോള വിതരണ ശൃംഖലയെ ഗുരുതരമായി തകർക്കുന്നു. ഈ ശത്രുതാപരമായ നീക്കം ലോകത്തെ ബന്ദിയാക്കാനുള്ള ശ്രമമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നടിച്ചതോടെ ഓഹരി വിപണികളിൽ മറ്റ് ആഗോള വിപണികളിലും അനിശ്ചിതത്വം പടരുകയും കാര്യമായി ഇടിവുണ്ടാവുകയും ചെയ്തു. ഇതിനു മറുപടിയായി നിലവിലുള്ള നികുതിക്ക് പുറമെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ കനത്ത നികുതി നവംബർ 1 മുതൽ ചുമത്തുമെന്നും നിർണായക സോഫ്റ്റ്വെയറുകൾ ഉൾപ്പെടെയുള്ള കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. സാങ്കേതിക വിദ്യയുടെ താക്കോൽ ഒരൊറ്റ രാജ്യത്തിന്റെ കയ്യിൽ ഇരിക്കുന്നത് അപകടകരമാണെന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് നൽകുന്ന ഈ നീക്കം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറയുന്നതിനും വിലക്കയറ്റത്തിനും സാങ്കേതിക വികസനം മന്ദഗതിയിലാകുന്നതിനും കാരണമാകുന്നു. ഈ വെല്ലുവിളിയെ മറികടക്കാൻ വിതരണ ശൃംഖലയുടെ വൈവിധ്യവൽക്കരണം ഉറപ്പാക്കാൻ ലോകരാജ്യങ്ങൾ നിർബന്ധിതരാവുകയാണ്.